ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വല്ല കള്ളന്മാരും ആയിരിക്കോ? പത്മിനി, കള്ളന്മാര് പേപ്പർ വായിക്കാൻ ഇങ്ങോട്ടാണോ വരുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ മുകളിലിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതാരാ? ആരാ ആരാന്ന് ചോദിച്ചു കേട്ടില്ലേ? എന്താ കൽപ്പനെ? ദേ, ഞാൻ വരുമ്പോ ആരോ സെറ്റിയിലിരുന്ന് പത്രം വായിക്കായിരുന്നു. ആരാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ. ഇതാരാ? വരുൺ ഇവിടെ ഇല്ല. അച്ഛൻ മുകളിലുണ്ടല്ലോ. എടോ, തന്നോട് ചോദിച്ചു കേട്ടില്ലേ താൻ ആരാന്ന്? എടാ, അവിടെ നിക്കാൻ. എടാ നിക്കാനേ പറഞ്ഞേ. എടാ അവിടെ നിക്കാൻ. എന്താ ഉർവശി? അമ്മേ, ഇവിടെ ഒരുത്തരെ നിപ്പ് കണ്ടോ? കൊറേ നേരമായിട്ട് കൽപ്പന ആരാരാന്ന് ചോദിക്കുന്നു. ഒരു മറുപടി ഇല്ല. പേപ്പറും പൊക്കി പിടിച്ച് അങ്ങനെ നിക്കുക. അയ്യോ അമ്മേ, വല്ല കള്ളന്മാരും ആയിരിക്കോ? പത്മിനി, കള്ളന്മാര് പേപ്പർ വായിക്കാൻ ഇങ്ങോട്ടാണോ വരുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. സൂര്യ, പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. പിന്നല്ലാതെ കുറെ നാളത്തെ എസ്റ്റേറ്റ് വാസ്, അത് കഴിഞ്ഞൊരു വിദേശ പര്യടനവും കഴിഞ്ഞു വരുമ്പോ അതിനൊരു രസമൊക്കെ വേണ്ടേ? കൽപ്പന പിടിച്ചോ? പിന്നെ പേടിക്കാതെ. സൂര്യ വരുന്നോന്ന് ഒരു സൂചന പോലും തന്നില്ലല്ലോ. സോറി സോറി സോറി. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇന്നലെ വിളിച്ചറിയിക്കണം തോന്നിയതാ. പിന്നെ തോന്നി ഒന്നും പറയാതെ ഇങ്ങോട്ട് കേറി വന്ന് കളയാം. എന്താമേ? പണ്ടേ വരുണിനായിരുന്നു കുട്ടിക്കളിയൊക്കെ. ഇപ്പൊ നീയും തുടങ്ങാൻ പോവാ. ഇതൊക്കെ ഒരു രസമല്ലേ? ഇതാണ് തനിക്കുള്ള പ്രസന്റ്. മുമ്പൊരു ദിവസം ഒരു വീക്കിലില് ഒരു മോഡലിന്റെ കഴുത്തിൽ ഒരു ആഭരണം കിടക്കുന്ന കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാൻ താൻ പറഞ്ഞിരുന്നില്ലേ? അതാണിത്. പിന്നെ തന്റെ ഫേവറേറ്റ് കളറിലുള്ള ഡ്രസ്സും ഉണ്ട്. താങ്ക് യു സൂര്യ. ഇത് ചെറിയമ്മയ്ക്ക്. അച്ഛനും അമ്മയ്ക്കുള്ളത് ഇതിലുണ്ട്. ഇതെന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് മുത്തശ്ശി. നീ വിദേശത്തൊക്കെ പോയിട്ടെ അവിടെ മദാമ്മമാരിടുന്ന എന്തെങ്കിലും ആണോ? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല മുത്തശ്ശി. എവിടെ ചെന്നാലും കണിമംഗലത്തെ ജയഭാരതി മുത്തശ്ശിയുടെ പാരമ്പര്യമൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്തായാലും സൂര്യയുടെ തിരിച്ചുവരവ് നന്നായി, സമ്മാനങ്ങളും നന്നായി. കൽപ്പന, നിനക്ക് സന്തോഷായില്ലേ? സന്തോഷായി. സൂര്യ, ഞാനേ ഇതൊക്കെ ഒന്ന് ഇട്ടോക്കട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ ഇതൊക്കെ ഇട്ട് സൂര്യ കാണിച്ചില്ലെങ്കിൽ എന്തോ പോലെയാ. കൊണ്ടുവന്നതെല്ലാം എടുത്തിടുന്നതേ
സൂര്യ കാണിക്കാനൊന്നുമല്ല. ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും ഉള്ള കൽപ്പനയുടെ താല്പര്യം നമുക്ക് അറിഞ്ഞൂടെ? അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടമ്മേ, അവനത് കൊടുത്തപ്പോ അവളുടെ സന്തോഷം കണ്ടില്ലേ? ഉം. ആ മോനെ, ഇനി കുറച്ചുനാൾ നീ എങ്ങും പോണ്ട. വരുണിന്റെ അധികം നല്ല സന്തോഷത്തോടെയാ കഴിയുന്നേ. നിങ്ങളും അങ്ങനെ ആവണം. അപ്പൊ പിന്നെ നമ്മുടെ കുടുംബം ഒരു സ്വർഗം പോലെയാവും. നിന്റെ ഈ വരവും സമ്മാനവും ഒക്കെ അതിന്റെ ഒരു തുടക്കം ആവട്ടെ മോനെ. അല്ല, വരുണിനെ അധികം ചോദിച്ചില്ലല്ലോ നീ? അവർക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ആ, അതൊക്കെ ഉണ്ടമ്മേ. ഈ വരവ് മുഴുവൻ സസ്പെൻസും സർപ്രൈസസും. മുത്തശ്ശി, ദേ ഏട്ടൻ എനിക്ക് തന്ന സമ്മാനങ്ങൾ കണ്ടോ? സൂര്യ നിനക്ക് സമ്മാനങ്ങൾ തന്നോ? ആ അതിന് സൂര്യ ഇവിടെ വന്നപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ, ആര് പറഞ്ഞു? ഏട്ടൻ ഈ നാട്ടിലെത്തിയിട്ട് ആദ്യം കണ്ടത് എന്നെയാ. ഞാൻ വരുണ്ട ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഏട്ടനെ കണ്ടു. ഏട്ടന്റെ കാറിലാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ആഹാ, അത് പറ. കാറിൽ വെച്ചോണ്ട് തന്നെ എനിക്കും വരുണിനുള്ള സമ്മാനങ്ങൾ മുഴുവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാനത് എടുത്തോണ്ട് നേരത്തെ പോയതുകൊണ്ടാ ആരും എന്നെ കാണാതിരുന്നെ. ഓ, ദേ ഇത് നോക്കി. ആഹാ. ഉം. ആഹാ, നന്നായിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. ഏട്ടൻ തിരിച്ചു വന്നത് നന്നായി. ഏട്ടത്തിയുടെ ഒറ്റപ്പെടലൊന്ന് അവസാനിക്കുമല്ലോ. ഓ, അവക്കിപ്പോ ഒറ്റയ്ക്ക് നടന്നാലും ഇരട്ടയ്ക്ക് നടന്നാലും ഒരുപോലെ തന്നെയാ. സൂര്യയുടെ വരവ് കൊണ്ട് കൽപ്പനയുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല. ആ, അങ്ങനെ അങ്ങനെ പറയല്ലേ മുത്തശ്ശി. ഏട്ടനോട് പറഞ്ഞ് ഞാൻ അവരുടെ ജീവിതം ഒന്ന് സെറ്റാക്കും. നോക്കിക്കോ. നീ ഒരു കാര്യം പറഞ്ഞ് അതിന് ബുദ്ധിമുട്ടാൻ തീരുമാനിച്ചാല് വേറെ ആര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നീ അതൊന്ന് ചെയ്തു നോക്ക്. അവന്റെ മനസ്സിന് ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ആ അതെ, ഒരു കാര്യം ചെയ്യ്. സൂര്യ തന്ന ഡ്രസ്സോ ആഭരണങ്ങളോ ഒക്കെ ഒന്ന് അണിഞ്ഞിട്ട് വന്നേ. അയ്യോ, അത് പറ്റില്ല മുത്തശ്ശി. അത് വരുൺ വന്നിട്ട് വരുണിനെ കാണിച്ചിട്ട് വരുൺ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം. ഓ, ഉടനെ തന്നെ അവളുടെ ഭർത്തൃഭക്തി തുടങ്ങി. ഓ, ഇതൊക്കെ അണിഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണാനാ. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ. വേണ്ട മുത്തശ്ശി. ഒരു സമ്മാനം കിട്ടിയാ അത് അപ്പൊ തന്നെ ഇട്ട് നോക്കണം നിർബന്ധമുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ടായാലും മതിയല്ലോ. എന്നാ പിന്നെ പോയി ചെയ്യാൻ പറഞ്ഞാ ചെയ്യ്. അല്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിക്കരുത്. മുത്തശ്ശി, മുത്തശ്ശിക്ക് കാണാനല്ലേ. സൂര്യ അവന്റെ പെങ്ങക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണോ അല്ലയോ എന്ന് ഞാനൊന്ന് കാണട്ടെ. പോയിട്ട് വാ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം.